ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ രാവിലെ ഞാനൊന്ന് പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ രാഹുവിൻ്റെ വീട്ടിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഞായറാഴ്ച നമ്മളവിടെയാണ് കിടക്കാറ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൺഡേ മോർണിംഗ് വരും. അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹു വർക്കിന് പോയതല്ല, രാഹു രാവിലെ ബുള്ളറ്റും കൊണ്ട് പോയി കേട്ടോ. ബുള്ളറ്റിന് എന്തോ മിസ്സിങ്ങോ എന്തോ സൗണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കാണിക്കാനായിട്ട് രാഹു പോയതാട്ടോ. അപ്പോൾ ആ സമയം നോക്കി ഞാൻ വിചാരിച്ചു കുറച്ച് പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് ഒന്ന് പാട്ടൊക്കെ ഇട്ടു ജോലിയൊക്കെ ചെയ്യാനാട്ടോ. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ഹാളിൽ നിന്ന് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഈ സോഫ വന്നിട്ട് അടിയിൽ ബെൽറ്റ് വരുന്ന ടൈപ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ വുഡിൽ നിന്ന് ഉളുത്തുളുത്ത് പോകുന്നുണ്ട്. നിങ്ങളവിടെ അതാണോ പറയുന്നത് എനിക്കറിയത്തില്ല. ഫുള്ള് വുഡിൻ്റെ പൊടി കണക്ക് വന്ന് വീഴുന്നുണ്ട്. അത് ഭയങ്കര മെനക്കേടാട്ടോ. ക്ലീനിങ് ടൈമിലൊക്കെ ഭയങ്കര പാടാണ്. അത് കണക്ക് തന്നെ നമ്മൾ എത്ര പൈസ കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പോവും. നമുക്ക് 2 സോഫയുണ്ട് ഇവിടെ, ഒരു വുഡും ഈ ഒരു കിച്ചൺ ടൈപ്പ് പോലത്തതും. നമ്മുടെ വുഡിന് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ എന്നാൽ വുഡാണ് ആദ്യമേ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വുഡിന് യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ. ഇതിങ്ങനെ പൊടിഞ്ഞു പോവുകയാണ് ആ വുഡ്. അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ യാതൊരുവിധ ഐഡിയ ഇല്ല. നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ രാവിലെ അത് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാർപ്പറ്റൊക്കെ ഒന്ന് തൂത്തുവാരി ക്ലീൻ ചെയ്തു. വീക്ക്ലി വൺസാണ് കേട്ടോ അത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റി കുടഞ്ഞൊക്കെ വിരിക്കാറ്. ഇപ്പോൾ നമ്മൾ കുറച്ച് 2 ദിവസമായിട്ടേ ഉള്ളൂ അത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് അതെടുത്ത് കുടഞ്ഞ് വിരിക്കുന്ന ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് തൂത്തുവാരി എടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ പോയി ഡൈനിങ് ഏരിയയും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. അവിടെ നമ്മൾ ഫ്ലോർ മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലോർ മാറ്റ് ഒരു റെഡ് ഫ്ലോർ മാറ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഫ്ലോർ മാറ്റ്. അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് നമ്മുടെ 2 റൂമുകളും ക്ലീൻ ചെയ്തു. അങ്ങനെ അധികം അലങ്കോലപ്പെട്ട് കിടക്കുന്നേയില്ല. എന്നാലും പൊടി എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബാക്കിലോട്ടുള്ള പണിക്കൊക്കെ വേണ്ടിയിട്ട് മണ്ണും മണലും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പൊടിയാണോ അടിച്ച് കയറുന്നതെന്ന് അറിയാൻ വയ്യ. എന്നാൽ എന്നും ക്ലീൻ ചെയ്യുന്നതുമാണ്. എന്നിട്ട് ഇത്രയും പൊടി ഉണ്ട്. പൊടിയേക്കാൾ എനിക്ക് തോന്നുന്നു മുടിയുണ്ട്. എൻ്റെ ഒരാളുടെ മുടിയാണ് ഈ വീട് അത്രയും കൊഴിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴത്തേക്ക് രാഹു വന്നിട്ടുണ്ടായിരുന്നു. രാഹുൻ്റെ ബുള്ളറ്റ് കാണിച്ചിട്ട് വന്നിട്ട് എല്ലാം വിളിച്ച് സംസാരിക്കുക കേട്ടോ. എന്താണ് പ്രശ്നം, എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിൽ വന്നു. ആ ടൈം നോക്കി എനിക്കൊന്ന് രാഹു വർക്കിന് പോകാൻ വേണ്ടിയിട്ട് റെഡി പോവുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ചധികം പ്ലാസ്റ്റിക് ടിന്നുകൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് വാഷ് ചെയ്ത് ഉണങ്ങാൻ വച്ചില്ല, പുറത്ത് വെച്ചില്ല. ഞാൻ അകത്ത് തന്നെ വെച്ചു ഉണങ്ങും എന്ന് വിചാരിച്ചു. ബട്ട് അത് ഉണങ്ങിയില്ല. അങ്ങനെ ഞാൻ എല്ലാ ടിന്നും അടച്ചു വയ്ക്കാൻ വിചാരിച്ചെടുത്തതാണ് കേട്ടോ. ഇത് വന്നിട്ട് 6 ബോക്സുകളുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. വെജിറ്റബിൾസ് കഴിയുന്നതനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റോർ കഴിയുന്നതനുസരിച്ച് ഞാനെടുത്ത് വാഷ് ചെയ്ത് ഉണക്കി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അടിയിലോട്ടുള്ള പാത്രങ്ങളൊന്നും ഡ്രൈ ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും കുറച്ച് വെയിലുണ്ട്, അപ്പോൾ ഉണങ്ങാൻ ഡ്രൈ ആക്കാൻ വയ്ക്കാം. നിങ്ങൾ ഉണങ്ങാനെന്നൊക്കെ തന്നെയാണോ പറയുന്നത്? ഓക്കെ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പുറത്ത് കൊണ്ട് വെച്ച കേട്ടോ. പിന്നെ അവിടെയൊക്കെ തുടച്ചിട്ട് പിന്നെ നമ്മൾ സാധനം മേടിച്ചിട്ട് ഈ ഒരു ബോക്സിലാട്ടോ എല്ലാം കൊണ്ട് വയ്ക്കുന്നത്. ഇത് എക്സ്ട്രാ വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇതിനകത്ത് വയ്ക്കുന്നത്. ബട്ട് ഞാൻ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാലും ടിന്നിൽ ഇട്ട് വയ്ക്കാണ്ട് വീണ്ടും മടക്കി ഇതിനകത്ത് തന്നെ വയ്ക്കുന്ന വെറും കൂതറൊരു സ്വഭാവം എനിക്ക് വന്നു. അത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല എന്നല്ല, ഞാനത് ശ്രദ്ധിക്കാറില്ല. ഞാൻ സാധനം എടുത്തു കഴിഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാലും ടിന്നുകളിൽ ഇട്ട് വയ്ക്കാണ്ട് വീണ്ടും
അതിനകത്ത് തന്നെ അങ്ങനെ മടക്കി വയ്ക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അടിയിൽ നിന്നായിരിക്കുമല്ലോ എടുക്കുന്നത്. അടിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത പൊടികൾ അതിനകത്ത് തന്നെ തട്ടിപ്പോവും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ. അങ്ങനെ പൊട്ടിക്കാത്ത സാധനങ്ങളെല്ലാം ഈ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെച്ചു. ഇത് വന്നിട്ട് നമ്മുടെ ഓറിയോയും കിവിയും കുഞ്ഞു പിള്ളേരായിരുന്നപ്പോഴത്തേക്ക് അവർക്കൊരു 11 kg പെറ്റ് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ കിട്ടിയതാണ് ഈ ബാസ്ക്കറ്റ്. എനിക്കത് കാണുമ്പോഴൊക്കെ അത് ഓർമ്മ വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാത്ത ടിന്നുകളെല്ലാം അതിനകത്ത് ഇട്ട് വെച്ചു. പൊട്ടിക്കാത്ത പാക്കറ്റ്സ് എല്ലാം നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി പൊട്ടിച്ചതൊക്കെ ഞാൻ വിചാരിച്ചു ആ ബ്ലൂ അടപ്പുള്ള ബാസ്ക്കറ്റിലിട്ട് വയ്ക്കാമെന്ന്. അതിനിടയിൽ ഞാൻ എന്താണ് തപ്പുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് ആദ്യം ഈ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇട്ട് വയ്ക്കുന്നതിനേക്കാളും വേറൊരു ബോക്സ് ഉണ്ട്, ഒരു ബ്ലൂ അടപ്പ് വരുന്നതിന് ബോക്സ് ഉണ്ട്, ആ ബോക്സിലിട്ട് വെച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിലോട്ട് മാറ്റുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ കാണിച്ചു വന്നിട്ട് പുതിനയിലയാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ കിളിർപ്പിച്ച പുതിനയിലയാണ്. അപ്പം ഞാനത് നട്ടു വെച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങനെ കൃഷിയല്ലല്ലോ, ഇങ്ങനെ സാധനങ്ങൾ വളർത്തുന്നതിനോടൊന്നും ഭയങ്കര താല്പര്യമില്ലാത്ത ഒരാളാണ്. ബട്ട് ഇതിങ്ങനെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് പുതിയ ഇലയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വീഡിയോയിലൊക്കെ പറയുന്നത് ഒന്ന് പെറ്റ സുഖമുണ്ടായിരുന്നു. എൻ്റെ സത്യം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് നമ്മൾ നല്ല മണവും ഞാൻ ആദ്യമായിട്ടാട്ടോ പുതിനയൊക്കെ ഇങ്ങനെ കിളിർക്കാനൊക്കെ വയ്ക്കുന്നത്. ബട്ട് അത് ഫസ്റ്റ് ട്രയൽ തന്നെ സെറ്റായി കിട്ടും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അതങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് വളരെ വളരെ സന്തോഷമായി മക്കളെ, വളരെ വളരെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ നീല ബാസ്ക്കറ്റിൽ നിന്ന് നീല ടിന്നിലോട്ട് സാധനങ്ങൾ അതായത് കട്ട് ചെയ്ത പാക്കറ്റുകൾ മടക്കി വെച്ചതിന് ശേഷം ഞാൻ കഴിഞ്ഞ മാസമല്ല 2 ആഴ്ച മുന്നേ കുറച്ച് പച്ചരി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ബ്ലൂ ബാസ്ക്കറ്റിലോട്ട് തട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട്. അതൊക്കെ വാഷ് ചെയ്തെടുത്ത് മാറ്റി നമ്മൾ ആ സിങ്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് എന്നുമുള്ള പരിപാടിയല്ല, വീക്ക്ലി വൺസൊക്കെയാണ് ഈ പരിപാടികളൊക്കെ ഉള്ളത്. പാത്രം കഴുകുന്നതല്ല കേട്ടോ ഈ നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു പോർഷൻ ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ കിച്ചണിൽ നമ്മളങ്ങനെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ആകെപ്പാട് ചെയ്യുന്ന ഏക പണി എന്ന് പറയുന്നത് നമ്മുടെ ചായ ഇടും, പിന്നെ വന്നിട്ട് നമ്മുടെ എയർ ഫ്രയറും OTGയോ നമ്മുടെ മൈക്രോവേവോ ഇല്ലെങ്കിൽ പ്രഷർ ഇലക്ട്രിക് കുക്കറോ ഒക്കെ യൂസ് ചെയ്യുമെന്നല്ലാണ്ട് നമ്മൾ മറ്റേ ബഹളം വെച്ച പണികളുണ്ടല്ലോ അതൊന്നും ഇവിടെ ചെയ്യാറില്ല. ഇവിടെ ചെയ്യുന്നത് ഫുള്ള് അങ്ങനെ കുക്ക് ചെയ്യുന്നത് ഫുള്ള് താഴെ വർക്ക് ഏരിയയിലാണ് കേട്ടോ. വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുളമായിരിക്കും വർക്ക് ഏരിയ. എപ്പോഴും എനിക്കങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല വർക്ക് ഏരിയ. ഞാൻ എപ്പോഴും അവിടെ വർക്കിംഗ് ആയിരിക്കും. പണി കുറച്ച് കൂടുതലുള്ള ഏരിയ ആണ് കേട്ടോ വർക്ക് ഏരിയ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വാഷ് ചെയ്ത സാധനങ്ങളെല്ലാം അതാത് സാധനങ്ങളിലേക്ക് എടുത്തു വയ്ക്കുവാണ്. ഇപ്പം എടുത്തു വച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്തു വയ്ക്കില്ല, അത് അതുപോലെ അവിടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അപ്പോഴെടുത്ത് വയ്ക്കുവാണ് കേട്ടോ. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര മടിയാണ്. എന്ത് ചെയ്യാനും എനിക്ക് മടിയാണ്. എന്തുകൊണ്ട് ഇത്രയും മടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്നെ ഒരിടത്ത് ഇരുത്തി എനിക്ക് ആ ഫോണും കൂടി ഇങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് അവിടെ ഇരുന്ന് കുത്തും. എത്ര മണിക്കൂർ വേണോ ഞാൻ കുത്തും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഫോണിൽ കളിക്കാനായിട്ട്. പക്ഷേ അതേസമയം ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഫുൾ ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് രാഹുവായിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് ഞാൻ. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടാൽ അറിയാം ഞാനത് രാഹുവായിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണ്, ഒന്ന് വഴക്കൂടിയതാണ്.
അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ജനലിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. മുന്നേ ഞാൻ രാഹുവും പറയുന്നുണ്ട് നമ്മൾ അവിടെ ഒന്നും വാഷ് ചെയ്തൊന്നും വയ്ക്കരുത്, ജനലിൽ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പോട്ടുകളിൽ ചെടി നട്ടു വയ്ക്കാമെന്ന്. ഇത്രയും നാളായിട്ട് നമ്മൾ വീട് പാലിയേച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മളവിടെ ഇതുവരെ ചെടി ഒന്നും നട്ടു വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഉള്ള ചെടികൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടൊന്ന് അവിടെ തുടച്ചിടുവാണ് കേട്ടോ. അവിടെ വയ്ക്കുന്ന ചെടികളെല്ലാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ചെടികളാണ്, അല്ലാണ്ട് വളർത്താനോ ഭംഗിക്കോ വേണ്ടിയല്ല കേട്ടോ അവിടെ ഇരിക്കുന്ന ചെടികളൊന്നും. പിന്നെ അതേ ഞാൻ നമ്മുടെ പുതിനയില നട്ടുവെച്ച പോട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ ചുറ്റും ചെളിയായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ആ ചെടിയെടുത്ത് നമ്മുടെ ജനലിൻ്റെ അവിടെ വെച്ച് വിൻഡോ തുറന്നിട്ട് കൊടുത്തു കേട്ടോ. കാരണം കൊണ്ടല്ല, കുറച്ച് വെയിൽ വേണം ഇതിന്. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ ആ ജനൽ തുറന്ന് ഇട്ട് കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ടത്ര വെയിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം രാഹു പോയതിന് ശേഷം ഞാനൊന്ന് കിടന്നതിന് ശേഷം രാഹു വന്നപ്പോഴാണ് കേട്ടോ എണീറ്റപ്പോഴത്തേക്ക് രാഹുവിന് പറഞ്ഞു, അയ്യോ വെളിയിൽ ഭയങ്കര ചൂടായിരുന്നു, വെയിലായിരുന്നു, എനിക്ക് വെള്ളം വേണം, എനിക്ക് ക്യാരറ്റ് ജ്യൂസ് വേണം, എനിക്ക് ലൈം ജ്യൂസ് വേണം, എനിക്ക് മോര് വേണം എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ ജോലിക്ക് ആൾ നിൽപ്പുണ്ടായിരുന്നു, അതായത് മറ്റേ താഴെ എന്തോ ജോലി കിടക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ താഴോട്ട് നടന്നു പോകുന്ന വഴിയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൊണ്ടിട്ടിട്ട് അവർ സാധനങ്ങൾ താഴോട്ട് ചുമന്നിറക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്കും കൂടി നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു. എന്നിട്ടും രാഹുവിനും അവർക്കും കൂടി വെള്ളം കലക്കി കൊടുത്തു, നാരങ്ങ വെള്ളം. എന്നിട്ട് രാഹുവിന് ദാഹം മാറിയില്ലോ എന്നൊക്കെ വിളിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കൊടുത്തു. ഇതൊക്കെ ഷെടുപടേന്നായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രാഹു വന്നപ്പോഴത്തേക്ക് കുറേ ക്യാരറ്റും കുറേ ബീട്രൂട്ടും പിന്നെ കുറച്ച് നാരങ്ങയും കപ്പയും മധുരക്കിഴങ്ങൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വന്നിട്ട് നമ്മുടെ ഓറിയോയുടെയും കിവിയുടെയും ഡയറ്റിലുള്ള സാധനങ്ങളാണ്. അതാണ് കുറേ അധികം ക്യാരറ്റും ബീട്രൂട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. കപ്പയുടെ തോടൊക്കെ ഉരിഞ്ഞെടുത്ത് ഞാൻ കട്ട് ചെയ്തൊക്കെ വാഷ് ചെയ്യാണ്. കപ്പ ക്ലീൻ ചെയ്യുന്ന പരിപാടി എനിക്ക് പണ്ട് തൊട്ടേ ഇല്ലാതിരുന്ന പരിപാടിയാണ്. ഇതൊക്കെ രാഹുവിൻ്റെ ജോലിയായിരുന്നു. കപ്പ കട്ട് ചെയ്യുന്നതും പിന്നെ നമ്മുടെ വാഷ് ചെയ്യുന്നതും ഫിഷ് കട്ട് ചെയ്യുന്നതൊക്കെ രാഹുവിൻ്റെ പരിപാടിയായിരുന്നു. രാഹു ഇപ്പം വൻ മടിയനാണ്. രാഹു ഇതൊന്നും ചെയ്യാറില്ല, ഞാനാണ് ഇതെല്ലാം ഇപ്പം ചെയ്യാറ്. രാഹുവിനിപ്പോൾ എപ്പോഴും ക്ഷീണമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാഹു ക്ഷീണിതനാണ്. അതുകൊണ്ട് ഞാനും ഇപ്പം അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കട്ടെ, ഇരുന്ന് വേരിറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിക്കും. വെറുതെ കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളി എൻഗേജ്ഡായി ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ കണ്ട് ഞാനതൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യും. എനിക്കതിഷ്ടമാണ്. ഇപ്പോൾ അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹു കിച്ചണിൽ വരാണ്ടിരുന്ന് ഇപ്പോൾ രാഹു വന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. എന്ന് വെച്ചാൽ ഞാൻ വയ്ക്കുന്ന സ്ഥലത്തല്ലായിരിക്കും രാഹു വന്ന് സാധനങ്ങൾ വയ്ക്കുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ വയ്ക്കുന്ന സ്ഥലത്തല്ല ഇതൊന്നും വയ്ക്കുന്നത്, ബട്ട് അവ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ് എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അതെനിക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കപ്പയ്ക്ക് നമ്മൾ മറ്റേ ഉള്ളിയും മുളകൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, അത് സൈഡ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് അങ്ങോട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അടപ്പങ്ങോട്ട് എൻ്റെ കണ്ണിൽ മുഖത്തൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പതുക്കെ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പോയി അപ്പോഴേ കുളിച്ചു. കാരണം എനിക്ക് ദേഹം എരിയുന്നുണ്ടായിരുന്നു, കണ്ണും എരിയുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് കുക്കറിൽ ഞാൻ കപ്പ വച്ചേക്കുവാണല്ലോ. അപ്പം ഞാൻ രാഹുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, രാഹു ഇതൊന്ന് ഓഫ് ചെയ്തേക്കണേ എന്ന്. ഞാൻ കറക്റ്റ് 2 വിസിലാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് രാഹു അങ്ങ് കിടന്ന് ഉറങ്ങി. കുളിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ഞാൻ വിസിലടിക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, രാഹു എണീറ്റില്ല. എനിക്ക് 4-5 വിസിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങാണ്ടാണ് രാഹു പോയി കുക്കർ ഓഫ് ചെയ്തത്.
എനിക്കെൻ്റെ ദേഷ്യം എല്ലാം കൂടെ വന്നു. വേറെ ഒന്നുമല്ല, എനിക്കിന്ന് കപ്പ കഴിക്കാൻ ഭയങ്കര മൂടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മറ്റേ പീസായിട്ട് വല്ല കട്ടിക്കിടക്കൂലേ കപ്പ, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര മൂടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അതുകൊണ്ടാണ് രാഹുവിൻ്റെ കൂടെ പറഞ്ഞിട്ടാ പോയത് ഒന്ന് ഓഫ് ചെയ്തേക്കണമെന്ന്. ഞാൻ വന്നപ്പോഴത്തേക്ക് കപ്പ കഞ്ഞി റെഡി. ഭയങ്കര നൈസൊക്കെ ആയിട്ട് നമ്മൾ കറി വയ്ക്കത്തില്ലേ കപ്പ, അതുപോലായി. ബട്ട് കൊള്ളാമായിരുന്നു. കപ്പയും സൈഡ് കറിയും കട്ടനൊക്കെ ആയിട്ട് നമ്മൾ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചു. എന്നാലും ഞാനത് മിസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാഹുവിൻ്റെ കൂടെ കുറച്ച് വഴക്കൂടി മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്നിട്ട്, അതായത് ആ കപ്പ അങ്ങനെ ആയിപ്പോയതിൻ്റെ ഒരു വേവ് നമ്മൾ കാണിക്കുമല്ലേ, അതൊക്കെ കാണിച്ചിട്ട് ജസ്റ്റ് നമ്മൾ നമ്മുടെ ധൂപം കത്തിച്ച് വയ്ക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു 1.5 മാസത്തിൽ കൂടുതലായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കത്തിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ ബൈ.